Hello students, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഏരിയയാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിലെ ഡിസ്പേർഷൻ എന്താണെന്ന് കാണണം. ഡിസ്പേർഷൻ നമ്മൾ റേഞ്ച് ക്വാർട്ടൈലൊക്കെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഡിസ്പേർഷൻ മീൻസ് സ്കാറ്ററിംഗ് ആണ്. നമ്മുടെ ഒബ്സർവേഷൻ സെൻട്രൽ നിന്നും എത്രത്തോളം സ്കാറ്റേർഡ് ചെയ്താണ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നതിനാണ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഇസ് ദ മെഷർ ഓഫ് സ്കാറ്റേർഡ്നെസ് ആണ് ഡിസ്പേർഷൻ. So, it is the degree to which numerical data tends to spread about an average value is called dispersion. അപ്പോൾ average value എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ mean, arithmetic mean എന്ന് പറയുന്നത് ഒരു average ആണ്. ആൻഡ് ഓൾസോ മീഡിയൻ എന്ന് പറഞ്ഞാലും എന്താണ്, ആവറേജ് ആണ്, സെൻട്രൽ ആണ്, സെൻട്രൽ ടെൻഡൻസി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിൽ നിന്ന് എത്രത്തോളം വേരിയേഷൻസ് ആണ് ബാക്കി ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ബാക്കി സെറ്റ് ഓഫ് ഡാറ്റ എത്രത്തോളം വേരിയേഷൻ കാണിക്കുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് ഡിസ്പേർഷൻ. ആ സെൻട്രൽ വാല്യൂവിൽ നിന്ന്, ആവറേജിൽ നിന്ന് നമ്മുടെ ബാക്കി ഡാറ്റ മുഴുവൻ വളരെ സ്കാറ്റർ ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഡിസ്പേർഷൻ കൂടുതലാണെന്ന് പറയും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒബ്സർവേഷൻസ് ഒക്കെ സെൻട്രൽ വാല്യൂവിനോട് ക്ലോസ് ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ വി വിൽ സീ ഡിസ്പേർഷൻ ഇസ് വെരി സ്മോൾ. അപ്പം ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാറ്റർനെസ് ആണ്, സ്പ്രെഡ് ചെയ്യുന്നു, എത്രത്തോളം ആവറേജ് വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡാറ്റ ബാക്കി ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ബാക്കി സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് എത്രത്തോളം വേരിഡ് ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഡിസ്പേർഷൻ. ഓക്കെ, ഇഫ് ഒബ്സർവേഷൻ ആർ ക്ലോസ് ടു ദ സെന്റർ ഡിസ്പേർഷൻ ഇസ് സ്മോൾ. ഒബ്സർവേഷൻ സെന്ററിനോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും ഒരു സ്കാറ്റേർനെസ് ഇല്ലാത്ത ഒരു ഐഡിയൽ ഒബ്സർവേഷൻ എങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡാറ്റയെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വി ഷുഡ് ഗെറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, അതായത് വെൽ ഷേപ്ഡ് കർവ് കിട്ടുന്നത്. ഇതാണ് ഒരു ഐഡിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ സെൻട്രൽ എന്ന് പറയുന്നത് എന്താണ്, ഈ പോർഷനാണ്, ദാറ്റ് ഈസ് ദ ആവറേജ് പോർഷൻ അതാണ്. അതിനോട് അടുത്ത് തന്നെയാണ് ഡാറ്റാസ് ഒക്കെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡിസ്പേർഷൻ അവിടെ വളരെ കുറവാന്ന് പറയും. ആൻഡ് ഇഫ് ദ ഒബ്സർവേഷൻ ആർ സ്പ്രെഡ് away from the center, dispersion is large. അപ്പോൾ സെന്ററിനോട് എത്രത്തോളം അടുത്ത് കിടക്കുന്നു അതിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്പേർഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഡിസ്പേർഷൻ നമ്മൾ എന്തൊക്കെയാണ് ബേസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്, ഡീവിയേഷൻസ് വെച്ചിട്ടാണ്. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന് മുന്നേ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻട്രലിൽ നിന്ന്, ആവറേജിൽ നിന്ന് എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് നമ്മുടെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്പേർഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള ഡിസ്പേർഷൻസ് ഉണ്ട്. ഒന്ന് അബ്സല്യൂട്ട് ആൻഡ് അനദർ വൺ ഈസ് റിലേറ്റീവ്. അപ്പൊ അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻ, എത്ര ഡിസ്പേർഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. വാല്യൂ ഓഫ് ഡിസ്പേർഷൻ, എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് എന്ന് മാത്രമേ അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ അബ്സല്യൂട്ട് ഡിസ്പേർഷനിൽ. അതേസമയം റിലേറ്റീവ് ഡിസ്പേർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പാരിസൺ കൂടെ ചെയ്യുന്നുണ്ട്. കമ്പാരിസൺ ഓഫ് ഡിസ്പേർഷൻ, അതായത് ഡിഫറെന്റ് സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. നമുക്കൊരു 2 സെറ്റ്സ് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം, 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ അത് രണ്ടും സെൻട്രൽ നിന്ന് എത്രത്തോളം വേരി ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുന്നു. ആൻഡ് വി ആർ കമ്പയറിംഗ് ദോസ് 2 സെറ്റ് ഓഫ് ഡാറ്റാസ്. അത് തമ്മിൽ എത്രത്തോളം ഡിസ്പേർഷൻ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കമ്പാരിസൺ കൂടെ ചെയ്യുന്നതിനാണ് റിലേറ്റീവ് മെഷർ. എപ്പോഴും റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന്റെ ഡിപ്പെൻഡൻസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം രണ്ട് ഡാറ്റ സെറ്റ് ഓഫ് ഡാറ്റാസ് തമ്മിലുള്ള ആ ഒരു ഡിസ്പേർഷനിൽ വരുന്ന ഡിഫറൻസ് ആണ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ. എല്ലാ റിലേറ്റീവ് മെഷേഴ്സും അങ്ങനെയാണ്. അപ്പൊ റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ യൂണിറ്റ്സ് ഉണ്ടാവില്ല, അവിടെ വാല്യൂ ഉണ്ടാവില്ല, കോഎഫിഷ്യന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പേർഷൻ, അതായത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുക. അപ്പൊ അവിടെ യൂണിറ്റ്സിലായിരിക്കില്ല മെഷർ ചെയ്യുക, ആ ഡിഫറൻസ് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയുന്നത്, നമ്മൾ യൂണിറ്റ് പറയുന്നില്ല, ആ ഡിഫറൻസസ് മാത്രമാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട് ആൻഡ് റിലേറ്റീവ് മീൻസ് കമ്പാരിസൺ ഓഫ് ഡിസ്പേർഷൻ. അപ്പൊ അതാണ് രണ്ട് ടൈപ്സ്. അതിൽ നമുക്ക് അബ്സല്യൂട്ട് നോക്കാം ഫസ്റ്റ്. അബ്സല്യൂട്ടിൽ ഏതൊക്കെ വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പേർഷന്റെ
ടെക്നിക്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മെഷർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു ക്വാർട്ടൈൽ ഡീവിയേഷൻ, ക്വാർട്ടൈൽ എന്താണെന്ന് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചതാണ്. ക്വാർട്ടൈൽ മീൻസ് നമ്മൾ ഒരു ക്വാർട്ടൈലിനെ 4 ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഇത് ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീവിയേഷൻ നമ്മൾ എങ്ങനെ പഠിക്കും? ക്വാർട്ടൈൽ എങ്ങനെയായിരുന്നു? ഇതാണ് ഒരു ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ക്വാർട്ടൈൽ. അപ്പൊ ഇതിൽ എങ്ങനെയായിരുന്നു? ഇത് Q1, Q2, Q3 ആൻഡ് Q4. അപ്പൊ ഇതാണ് 4 പാർട്സ് ഓഫ് എ ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓരോ ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഡീവിയേഷൻ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഡീവിയേഷൻ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് Q3 മൈനസ് Q1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീവിയേഷൻ കിട്ടും. ദെൻ Q4 മൈനസ് Q2 ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീവിയേഷൻ കിട്ടും. സെയിം ആണ്, ക്വാർട്ടൈൽ ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക. അപ്പൊ ഈ Q1ന്റെയും Q3ന്റെയും മീഡിയൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? Q2 ആണ്. Q2ന്റെയും Q4ന്റെയും ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് Q3 ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാർട്ടൈൽ എന്നുള്ള ഏരിയയിൽ പഠിച്ചതാണ്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ബൈ 2. നെക്സ്റ്റ് ഏരിയ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. നമ്മൾ പറഞ്ഞു റിലേറ്റീവ് മെഷറിലേക്ക് നമ്മൾ വരികയാണ്, കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ദിസ് ഈസ് ദ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പൊ നമ്മൾ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡിസ്പേർഷന്റെ എല്ലാം റിലേറ്റീവ് മെഷറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാൻ പോകും. നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഇതിന് പ്രത്യേകിച്ച് ഒരു യൂണിറ്റും ഇല്ല, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇല്ല. ഓക്കെ, അതാണ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോഎഫിഷ്യന്റും ഡീവിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഡീവിയേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ Q3 മൈനസ് Q1 ബൈ 2 ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആകുമ്പോൾ Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വീറ്റ് പ്രൊഡക്ഷൻ ഓഫ് 20 acres ഈസ് ഗീവൺ ആസ്. വീറ്റ് പ്രൊഡക്ഷൻ ആണ് തന്നിരിക്കുന്നത്. എത്ര ഐറ്റംസ് ഉണ്ട്? ഒരു 20 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. രണ്ടും കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് തിങ് യു വാണ്ട് ടു ഡു വെൻ വി ആർ റിസീവിംഗ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് എന്തായിരുന്നു? മേക്ക് ദിസ് ഡാറ്റ ഇൻ ടു അസെൻഡിങ് ഓർഡർ. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനെ ഫസ്റ്റ് ഈ ക്വസ്റ്റിനെ എന്താക്കി മാറ്റുന്നു? അസെൻഡിങ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഡാറ്റാ സെറ്റിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ കൺവേർട്ട് ചെയ്യുക. അസെൻഡിങ് മീൻസ് ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അപ്പൊ അത് നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കണം. നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനും കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനും നമുക്ക് എന്തൊക്കെ വേണം? Q3 വേണം, Q1 വേണം അല്ലെ? അത് നമ്മൾ എന്താണ്? Q1 ആൻഡ് Q3 നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ദ ഇക്വേഷൻ ഇസ് Q1 is equal to വാല്യൂ ഓഫ് n plus 1 by 4th item. n plus 1 by 4th item ആണ് Q1. ആൻഡ് Q3ന്റെ എങ്ങനെയായിരുന്നു? 3 into n plus 1 by 4th item. ഇത് നമ്മൾ ക്വാർട്ടൈൽ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 20 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 20 ഐറ്റംസ് ഉണ്ടെന്നാണ്. സോ n is 20 പ്ലസ് 1 by 4 21 by 4 ചെയ്യുമ്പോൾ 5.25. ഈ 5.25 എന്ന് പറയുന്ന വാല്യൂ അല്ല, 5.25th ഐറ്റം എന്നാണ് അത് മീൻ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ 5th ഐറ്റം 6th ഐറ്റം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിലി ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് അല്ലേ? 5.25 എന്നൊക്കെ പറഞ്ഞ വാല്യൂ വരുന്നത്, അങ്ങനെ ഒരു വാല്യൂ അതിലില്ല. സോ നമുക്ക് അവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. സോ ലെറ്റ് സീ വാട്ട് ഇസ് ദ 5th ഐറ്റം. ഓക്കെ, അപ്പൊ ഞാനിത് ഇവിടെ ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് ആ ഒരു നോക്കാനുള്ളൊരു എളുപ്പത്തിന്. സോ നമുക്ക് എന്താ വേണ്ടത്? 5th ഐറ്റം ആണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ നോക്കിക്കേ, 5th ഐറ്റം ഏതാണ്? 1 2 3 4 5. ഇതാണ് 5th ഐറ്റം. പക്ഷെ നമ്മുടെ ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്ന എത്രയാണ്? 5.25 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത് അല്ലെ? സോ ദിസ് വാല്യൂ, ഇത് 5th ഐറ്റം ആണ്. ഇതിന്റെ കൂടെ ഈ ഒരു വാല്യൂവിന്റെ കുറച്ച് ഭാഗവും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ
ടോട്ടൽ വന്നിട്ടില്ല. അപ്പൊ 5th-ന്റെയും 6th-ന്റെയും കൂടെ ഒരു 1/4 ഭാഗവും കൂടെ എവിടെ വരുന്നുണ്ട്? ഈ ഐറ്റത്തിൽ വരുന്നുണ്ട്. സോ നമുക്ക് അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, 5th item, ആക്ച്വലി 5th item പ്ലസ് 0.25 ഐറ്റവും കൂടെ ഉണ്ടെന്നല്ലേ ഇതിന്റെ മീനിങ്. 5.25 എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഐറ്റവും പ്ലസ് 0.25 ഐറ്റവും കൂടെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതിൽ നിന്നല്ലേ, അത് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു 1/4 ഭാഗം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ 5th item പ്ലസ് ഈസ് ഈക്വൽ ടു 5th പ്ലസ് 0.25 ഇൻറ്റു 6th മൈനസ് 5th. ഇതായിരിക്കുമല്ലോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. 5.25 ഐറ്റം എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഐറ്റം ഫുള്ളുണ്ട് പ്ലസ് ഒരു 0.25 കൂടി ഉണ്ട്. അത് എന്ന് പറയുന്നത് 6ാമത്തെ ഐറ്റവും 5ാമത്തെ ഐറ്റവും കൂടെ അതിന്റെ ഡിഫറൻസിന്റെ 0.25 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എടുത്തെഴുതുമ്പോൾ 5th ഐറ്റം എത്രയാണ്? 1240 പ്ലസ് 0.25 ഇൻറ്റു 6th ഐറ്റം 1320 മൈനസ് 5th ഈസ് 1240. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ 5th ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ഗീവ് ഫൈനൽ ആൻസർ ദാറ്റ് ഇസ് 1260. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ എന്ത് Q1 എന്ന് പറയുന്നത്. കിട്ടിയേക്കുന്നത് Q1 ആണ് കേട്ടോ. Q1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? Q3 കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ Q3 കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ Q3ന്റെ വാല്യൂ എന്തായിരുന്നു? 3 ഇൻറ്റു n പ്ലസ് ദാറ്റ് ഇസ് 3 ഇൻറ്റു 20 പ്ലസ് 1/4 ഇസ് ഈക്വൽ ടു 15.75. ഇതാണ് നമ്മുടെ 75 അല്ല 75 5th ഐറ്റം. സോ ദിസ് ഇസ് അവർ വാല്യൂ. 15.75 എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഡാറ്റാ സെറ്റിലേക്ക് പോകണം. അപ്പൊ അതില് ഇതായിരുന്നു 5th ഐറ്റം അല്ലെ? 6th 7th 8th 9th 10th 11th 12th 13th 14th 15th. സോ ദിസ് ഈസ് അവർ 15th ഐറ്റം. 1750 ആണ് നമ്മുടെ 15th ഐറ്റം. ആൻഡ് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? 15.75 എന്നായിരുന്നു കിട്ടിയത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു 15th ഐറ്റം പ്ലസ് 0.75 റിമൈനിങ് ഉണ്ട്. ഈ 0.75 ഷുഡ് ബി ടേക്കൺ ഫ്രം 16th ഐറ്റം മൈനസ് 15th ഐറ്റം. അതിന്റെ ആണല്ലോ ഈ 0.75 എന്ന് പറയുന്നത്. 15ാമത്തെ ഐറ്റം നമ്മൾ എടുത്തു, അതിനുശേഷം അതിനോടൊരു 0.75 കൂടി വേണം, എങ്കിലാണ് നമ്മുടെ ഐറ്റം നമുക്ക് കിട്ടുള്ളൂ. ആ 0.75 എന്ന് പറയുന്നത് 16ൽ നിന്നും 15 കുറച്ചിട്ട് ആ ഇടയിൽ വരുന്ന ഡിഫറൻസിൻ്റെതാണ് 0.75 എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ ഇവിടെ Q3 നമുക്ക് എന്തായി കിട്ടി? 1750 പ്ലസ് 0.75 ഇൻറ്റു ഇതാണ് നമ്മുടെ 16th ഐറ്റം ആൻഡ് ദിസ് ഇസ് 15th ഐറ്റം. അത് ചെയ്തപ്പോൾ നമുക്ക് Q3 ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ Q3യും കിട്ടി, Q1ഉം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Q3 മൈനസ് Q1/2 ആയിരുന്നു. സോ Q3 നമുക്ക് കിട്ടി എത്രയാ? 1753.75 ആണ്. ആൻഡ് Q1 എത്രയായിരുന്നു? Q1 ഇസ് 1260/2 is equal to 246.875. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ Q1 ആൻഡ് Q3 അത് കിട്ടുന്നോടം വരെയാണ് പ്രോബ്ലം ഡിഫിക്കൽട്ട് ഉള്ളൂ. ബാക്കി നമുക്ക് ഇക്വേഷനിൽ അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദിസ് ഇസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ എന്താണ്? കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പൊ കോഎഫിഷ്യന്റിന് നമുക്ക് സെയിം Q3 ആൻഡ് Q1 മതി. അത് വെച്ച് നമുക്ക് ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? Q3 മൈനസ് Q1/Q3 പ്ലസ് Q1 ആണ് കിട്ടുക. അപ്പൊ ഇതേ വാല്യൂ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1753.75 മൈനസ് 1260 ഡിവൈഡഡ് ബൈ 1753.75 പ്ലസ് 1260. ഓക്കെ, അതിന്റെ ആൻസർ എത്ര കിട്ടും? 0.164 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്തുകൊണ്ടാണ് ഇവിടെ വാല്യൂ കുറഞ്ഞു പോയത്? കാരണം ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ സബ്സ്ട്രാക്ഷനും ഡിനോമിനേറ്ററിൽ അഡീഷനും ആണ് ചെയ്യുന്നത്. അപ്പൊ സെയിം ഡിജിറ്റുകൾ തന്നെ ആണെങ്കിൽ പോലും ഇവിടെ വാല്യൂ കുറഞ്ഞു വരുന്നു, ഇവിടെ വാല്യൂ കൂടി വരുന്നു. സോ ഓട്ടോമാറ്റിക്കലി അതൊരു ഡെസിമലിലേക്ക് പോകും, വാല്യൂ ഫൈനൽ വാല്യൂ പോകും. സോ ദിസ് ഈസ് അവർ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇതാണ് ക്വാർട്ടൈൽ
സോറി ദിസ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ ഇത് Q1 ആൻഡ് Q3 കണ്ടുപിടിക്കുന്ന മാത്രമേ ഡിഫിക്കൽട്ട് ഉള്ളൂ. ബാക്കി കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്.